കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്റീരിയർ ഡിസൈൻ കോളേജാണ് നമ്മുടെ ഓസോ സ്കൂൾ ഓഫ് ഡിസൈൻ. ഈ കോഴ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടറായിട്ട് സംസാരിക്കാം. എനിക്ക് ഇന്റീരിയർ ഡിസൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഇന്റീരിയർ ഡിസൈനിൻ്റെ കോഴ്സിൽ 8 സോഫ്റ്റ്വെയർ ആണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് AutoCAD ഉണ്ടാവും, 3D Max ഉണ്ടാവും, V-Ray ഉണ്ടാവും, ഫോട്ടോഷോപ്പ് ഉണ്ടാവും, സ്കെച്ചപ്പ് ഉണ്ടാവും, റിവിറ്റ് ഉണ്ടാവും, പിന്നെ Lumion എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയറും കൂടി ഉണ്ടാവും. കൂടാതെ AI കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 1.5 year ആണ്. ഇപ്പോൾ 1 year കോഴ്സും 6 month ഇന്റേൺഷിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 year കോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, നമ്മൾ 8 സോഫ്റ്റ്വെയർസും നമ്മൾ ഒരേ സോഫ്റ്റ്വെയറിലും അത്രയും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ബേസിക് അതിൻ്റെ ടൂൾസും കാര്യങ്ങളും മാത്രമല്ല നമ്മൾ കൊടുക്കുക. അതിപ്പോൾ ഇപ്പോൾ AutoCADലാണെങ്കിലും 3Dയിലാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രെയിനിങ് കൂടി കൊടുക്കും. അതായത് പ്ലാൻ, എലിവേഷൻ, സെക്ഷൻ കാര്യങ്ങളെല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുക. അതിപ്പോൾ എല്ലാ സോഫ്റ്റ്വെയർസിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇനി നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെല്ലാ സോഫ്റ്റ്വെയർസിനും ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഇത് ബേസിക്കലി നമ്മൾ എന്താ പറയുക, ഇതൊരു സിവിൽ ബേസ് ചെയ്ത് വരുന്ന ഒരു കോഴ്സാണ്. ഇന്റീരിയർ ഡിസൈനിൽ കുറച്ചൊരു പാഷനുള്ളവർ എടുക്കുന്ന കോഴ്സാണ്. അപ്പോൾ സിവിൽ ബേസ് ചെയ്ത് വരുന്ന കോഴ്സാണെങ്കിൽ കൂടി നമുക്ക് കൂടുതൽ കുട്ടികളും സിവിൽ ചെയ്ത് വന്ന കുട്ടികളല്ല. കാരണം +2 കഴിഞ്ഞ കുട്ടികൾക്ക് നമുക്ക് ഈ കോഴ്സ് എടുക്കാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നമുക്കൊരു പാഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് +2 കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് സിവിലിൻ്റെ കോഴ്സും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹാൻഡ് ഡ്രോയിങ് ആയിരിക്കും. ഹാൻഡ് ഡ്രോയിങ്ങിൽ ഇപ്പോൾ സിവിലിൻ്റെ ബേസ് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ ഓരോ സോഫ്റ്റ്വെയറിലേക്കും കിടക്കാം. അപ്പോൾ ഓരോ ടീച്ചേഴ്സും അത്രയും ട്രെയിനിങ് കൊടുത്ത ടീച്ചേഴ്സാണ്. അപ്പോൾ അവരതനുസരിച്ച് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ നമ്മളുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാ കോഴ്സിനും പ്രോസസ് കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു പ്രോസസ് കാർഡ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എത്രത്തോളം കവർ ചെയ്യാന്നുള്ളത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് Day 1 Day 2 അനുസരിച്ച് ഒരു 1 month AutoCAD ആണെങ്കിൽ 1 month ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ കോഴ്സ് പോകുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ സ്റ്റഡി ഉണ്ടാവും, സൈറ്റ് വിസിറ്റിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് കളർ തിയറി ഉണ്ടാവും, അതുപോലെ മിനിയേച്ചർ കൂടി നമ്മളിവിടെ ചെയ്യിക്കുന്നുണ്ട്. നമ്മളുടെ ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്, വാല്യൂ ഉള്ളതാണോ? അപ്പോൾ നമ്മൾ സർട്ടിഫിക്കേഷൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൽ ഇന്ത്യയുടെ NSTCയുടെ സർട്ടിഫിക്കേഷൻ ആയിരിക്കുള്ളൂ. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ പോയിട്ടുണ്ടെങ്കിലും ജോബ് കിട്ടാൻ വാലിഡ് ആണ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളിവിടെ 100% പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു പ്ലേസ്മെൻറ്റ് സെല്ലിംഗ് ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ കോഴ്സ് ഉണ്ട്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞ 1 year കോഴ്സും 6 month ഇന്റേൺഷിപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മളിവിടുത്തെ വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ. അപ്പോൾ അപ്പുറത്തുനിന്ന് വരുന്ന വർക്കുകൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇവിടുന്ന് തന്നെ ഒരു ട്രെയിനിങ് കിട്ടും. അതായത് നമ്മൾ ഇപ്പോൾ പുറത്തെ കുട്ടികൾ വർക്ക് എടുത്ത് ചെയ്യിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു കുട്ടി ജോബിന് കയറുമ്പോൾ, ഇപ്പോൾ സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ അവരെന്തായാലും നമ്മളൊരു ട്രെയിനിങ് ആയിട്ടാണ് നമ്മൾ കുട്ടികളെ എടുക്കുക. പക്ഷേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിങ് കൂടി കഴിഞ്ഞതാണ്. അതായത് ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ വർക്കുകളാകുമ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ പോവുക, ഒരു സൈറ്റിൽ പോവുക, അവിടെ മെഷർമെൻറ്റ് എടുക്കുക, നമ്മൾ കൊണ്ടുവന്ന് CAD വരയ്ക്കാം, ഹാൻഡ് ഡ്രോയിങ് ഫസ്റ്റ് ഡ്രോയിങ് ചെയ്യുക, CAD വരയ്ക്കാം, 3D വരയ്ക്കാം. അപ്പോൾ അതിലെന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ തന്നെ അത് ഡയറക്റ്റ് അതിൽ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഔട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസും കൂടി, അതായത് ക്ലയൻറ്റിനായിട്ട് ഒരു എക്സ്പീരിയൻസും കൂടി അവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങിയിട്ട് 15 വർഷമായി. അപ്പോൾ ഈ ഒരു ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് പ്ലേസ്മെൻറ്റ് എത്ര എളുപ്പത്തിൽ എനിക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ അല്ലാതെ വേറെ എവിടേക്കാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്? ഇപ്പോൾ നമുക്ക് 2 സ്ഥലത്താണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഒന്ന് തൃശ്ശൂർ കോണത്തുകുന്നിലാണ് വരുന്നത്, പിന്നെ വരുന്നത് എറണാകുളത്ത് കലൂരാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. 2024-25 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.